വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേ അങ്കു ഹോളിഡേ ഹോംവർക്കിൻ്റെ ഭാഗമായി എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുക കേട്ടോ. രാക്കേക്ക് ഇന്നും ഒരു സെൻഡ് ഓഫ് പാർട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാക്കേ ഡിന്നർ ഒഫീഷ്യലായിട്ട് പുറത്തുനിന്ന് കഴിക്കത്തേ ഉള്ളൂ. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ റെഡിയായി വീണ്ടും പോകും. ഞങ്ങളപ്പോൾ ഫുഡൊന്നും ഇന്ന് വെക്കാൻ നിന്നില്ല. നമ്മുടെ ഗസ്റ്റ് ഹൗസ് മെസ്സിന്ന് വാങ്ങിച്ചു. വേറൊന്നുമല്ല കേട്ടോ, സിമ്പിൾ പൂരി ബാജിയും പിന്നെ അതിൻ്റെ കൂടെ നമുക്കിന്ന് ഹരാബര കബാബ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് അങ്കൂര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ കട്ട്ലറ്റ് പോലെ അതേ ഇരിക്കുമെങ്കിലും കട്ട്ലറ്റിൻ്റെ ഒരു ടേസ്റ്റും അല്ല ഇതിന്, വേറെ ഒരു ടേസ്റ്റേ വ്യത്യാസം. സംഭവം എന്തായാലും നല്ലതാണ്. അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ കിട്ടും, നമ്മുടെ പുതിനയും മല്ലിയിലയും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് തൈരൊക്കെ ചേർത്തിട്ട്. 2 പ്ലേറ്റ് കബാബും 2 പ്ലേറ്റ് പൂരി ബാജിയാണ് പറഞ്ഞത്. പൂരി കുട്ടി പൂരി കേട്ടോ, 6 പൂരി കാണുമെങ്കിലും കുഞ്ഞി പൂരിയാണ്. പിന്നെ ഈ ചട്നി നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ഒരുമാതിരി പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു ഗ്രീൻ ചട്നിയാണ് അത്. പിന്നെ ബാജിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവരുടെ പൂരി ബാജി. ബട്ടൂരേന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷേ ബട്ടൂരേനെ കാട്ടി എനിക്ക് ഇവരുടെ പൂരി ബാജിയാണ് ഇഷ്ടം. അപ്പോൾ രാക്കേതേ ഓഫീസിൽ നിന്ന് വന്നു. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങും. 8:30 ആകുമ്പം അങ്ങോട്ട് പോകും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങാൻ പറഞ്ഞിരുന്നു, അതൊക്കെ ദേ വാങ്ങി വന്നിട്ടുണ്ട്. ദേ നമ്മുടെ പടവലങ്ങ കിട്ടിയിട്ടുണ്ട്. വളരെ റെയറായിട്ടാണ് അതിവിടെ കിട്ടുന്നത്. കിട്ടുമ്പോൾ ഉടനെ തന്നെ രാക്കേ തപ്പിക്കൊണ്ട് വരും കേട്ടോ. അതെ 3 എണ്ണം അല്ല കേട്ടോ, ഇനിയും ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് കിടപ്പുണ്ട്. പിന്നെ കുറച്ച് പഴവും പപ്പായയും, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ. കാരണം രാവിലെ ഷെയ്ക്കിന് പഴം നമുക്ക് എന്തായാലും വേണമല്ലോ, അപ്പോൾ പഴം മുടങ്ങാതെ വാങ്ങി വയ്ക്കും. പിന്നെ അടിയിലോട്ടൊരു പപ്പായയും കിടക്കുന്ന കണ്ടു. പിന്നെ ഒരു മത്തങ്ങയുടെ ഒരു പീസും കിടക്കുന്ന കണ്ടു. ഇതിനകത്ത് പർവൽ, പിന്നെ ഗിയ എന്ന് പറഞ്ഞാൽ ചൊരയ്ക്ക, ക്യാബേജ്, ക്യാരറ്റ്, കുറച്ച് മണ്ണുള്ള ക്യാരറ്റ് ഇപ്പോൾ കിട്ടുന്നത്. ഇത് പർവൽ എന്ന് പറയുന്നത് നമ്മുടെ കോവയ്ക്കയുടെ വലുതുപോലെ ഇരിക്കുമെങ്കിലും കോവയ്ക്കയുടെ ടേസ്റ്റ് അല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവം. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ഈ പർവൽ. നമുക്കത് മെഴുക്കുവരട്ടി ആയിട്ടോ അവിയലിലോ സാമ്പാറിലോ എന്തിനു വേണമെങ്കിലും ഇടാം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ പർവൽ. പിന്നെ ദേ മഷ്റൂമുണ്ട്, തേങ്ങയുണ്ട്, സൈഡിലോട്ട് മാങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ അധികം പഴുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ക്യാമറയും കൂടെ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി പുറത്തോട്ട് ഇടട്ടെ. ഞാനൊരു ലിസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ തേങ്ങയൊക്കെ കഴിയാറായിരുന്നു. പടവലങ്ങ സർപ്രൈസ് ആയിരുന്നു. ഇത് പഴുക്കണം തോന്നില്ലേ മാങ്ങ കുറച്ചുകൂടെ? ആണോ പച്ചവലി ഇരിക്കുന്നത്? സഫേദയുടെ കുഞ്ഞായിരിക്കും, സഫേദ കുറച്ചുകൂടെ വലുതല്ലേ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഒരാൾക്ക് ഇതേ ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങുകയാണ്. ഫ്രൈഡേയാണ്, അതുകൊണ്ടാണ് ഈ യൂണിഫോം കേട്ടോ. ഫ്രൈഡേ ഇവർക്ക് ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങ് സുഖമായിട്ട് ഉറങ്ങും കേട്ടോ. അവൻ എഴുന്നേറ്റിട്ടില്ല. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കും. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഉറങ്ങട്ടെ, എന്തായാലും അടുത്ത ആഴ്ച മുതൽ രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് മഴയും മഴക്കോളും ഒക്കെ ആയിട്ട് നിന്നത്, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പം അങ്കു എഴുന്നേറ്റപ്പോൾ അവന് രാക്കേക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പഴവും ഡേറ്റ്സും ചിയാ സീഡും കൂടി ഇട്ടുള്ള ഇതാണ്, കുറച്ച് പാലും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് അത് മതിയെന്ന് കുറേ ദിവസം കൊണ്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കൊച്ചല്ലേ അത് അങ്ങനെ ശീലിപ്പിക്കേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 പഴവും കുറച്ച് ഡേറ്റ്സും പാലും ഒഴിച്ചതേ ഞാൻ അടിച്ചെടുത്തിട്ട് നമ്മുടെ ചിയാ സീഡ് കുതിർത്തിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവന്, അതും കൂടെ അതേ അവന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുവിധം മധുരമുണ്ട് കേട്ടോ, ഡേറ്റ്സിന് മധുരമുള്ള ഡേറ്റ്സാണ്. ഞാൻ ഡേറ്റ്സ് കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ചത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നാട്ടിൽ നിന്നല്ല, വരുന്ന വഴി ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒക്കെ ഇട്ടൊന്ന് അലങ്കരിച്ച് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കഴിക്കുക, അത് ശരീരത്തിൽ പിടിക്കുമല്ലോ. അപ്പോൾ ഡേറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതേ അജ്വാൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കേട്ടോ ഈ ഡേറ്റ്സ്. ഇത് എറണാകുളം മുതൽ വടക്കോട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവം. കർണാടക വരെ ഇതുണ്ട് ഇവരുടെ അജ്വാൻ. അപ്പോൾ ദേ ഒരു ടൈപ്പിലെ ഡേറ്റ്സ് ആണിത്. ഇത് 1 കിലോ 1300 ആയിരുന്നു. അത് ഞാൻ കുറച്ച് വലിയ ഡേറ്റ്സാണ്, അത് 1/2 കിലോ അത് വാങ്ങിച്ചു. അത് കൂടാതെ ദേ ഇത് കണ്ടോ വെറൈറ്റിയാണ്. ഇതെനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ ഗൾഫ് രാജ്യത്തിൽ നിന്ന് വരുന്നത് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലാതൊന്നും ഞാൻ കണ്ടിട്ടില്ല. 1600 1 കിലോ, അതും ഞാൻ 1/2 കിലോ വാങ്ങിച്ചു. കാരണം ഇവിടെ ഡേറ്റ്സ് ഡെയിലി രാക്കേക്ക് ഈ സ്മൂത്തിക്ക് നല്ലതല്ലേ. അപ്പോൾ ചെറുതിന് ഇങ്ങനെ ഇരിക്കുക, വലുത് ഞാൻ പൊട്ടിച്ചില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ അലങ്കാരപ്പന ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഹോർട്ടിക്കൾച്ചറുകാരിലെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ അത് തിരിച്ചു വന്നപ്പോൾ ഒരു മഞ്ഞിപ്പുണ്ട് കേട്ടോ. ചട്ടി പൊട്ടിയിട്ട് ഞാൻ വേറെ ചട്ടി കൊടുത്ത് അത് പ്ലാസ്റ്റിക് ചട്ടിയിലാക്കിയ കാര്യം ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അത് സംഭവം കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിലൊരു മഞ്ഞിപ്പല്ലേ. എനിക്ക് തോന്നുന്നു അത് അകത്ത് തന്നെ ഈ ഫാനും എ സിയൊക്കെ കൊണ്ടിരുന്ന് വലിയ വെയിലൊന്നും നമ്മൾ കൊള്ളിക്കുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതിപ്പോൾ പുറത്ത് ഈ മഴയും വെയിലൊക്കെ കൊണ്ടിട്ടാണോ മഞ്ഞിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അകത്ത് വെച്ച് നോക്കാം കുറച്ച് നാൾ. നമ്മൾ അധികം വെയിൽ കൊള്ളിക്കത്തില്ലായിരുന്നു അതിനെ.
ഈ ചെടി പിന്നെ എവിടെ നിന്നാലും അത് കിളിച്ചോളൂ. അത് ആ പടിഞ്ഞാറൻ വെയിൽ അവിടെ നിന്ന് നല്ല കിട്ടി തളിർത്ത് വരിക. അപ്പം നമ്മുടെ പന വലിയ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ആ കളറ് അങ്ങ് പോയി, നല്ല പച്ച കളറായിരുന്നല്ലോ. പിന്നെ നമ്മുടെ മാവ് കണ്ടോ, ഒറ്റ മാങ്ങയില്ല, പോകാൻ നേരം ഒരുപാട് മാങ്ങ നിന്നതല്ലേ, ഇപ്പം തളിരൊക്കെ ഇട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് പുറത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് അകത്തെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ പന. ചിലപ്പോൾ അകത്ത് വെക്കുമ്പോൾ അങ്ങ് റെഡിയാകുമായിരിക്കും, എന്തായാലും നോക്കാം, ഒരാഴ്ച കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ അതെ, ഇതിൻ്റെ ഒരു സ്റ്റോറി എന്താ വെച്ചാലേ, ഇത് നമ്മുടെ നാട്ടിലെ ആ തരിത്തയില കേട്ടോ, കണ്ണൻ ദേവൻ്റെ. അത് ഇവിടെ ഉള്ളവർ ഈ തരിത്തയില അങ്ങനെ ഉപയോഗിക്കത്തില്ല, ലീഫ് ആണ് കൂടുതലും ഈ നോർത്ത് ഇന്ത്യയിൽ ഞാൻ കണ്ടുവന്നത്. അപ്പം ഞാനത് കുറേ വർഷമായിട്ട് ലീഫ് തന്നെയാണ്. ഞാൻ ഭയങ്കര ഒരു ചായ ലവറാന്ന് ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗുകളിൽ കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ ലീഫ് ടീ ഇടുമ്പോൾ ഞാൻ കുറേ ചായ കുടിക്കുമായിരുന്നു. പക്ഷേ ഈ കണ്ണൻ ദേവൻ്റെ ഇത് വന്നതിന് ശേഷം ഒറ്റ ചായയിൽ പിന്നെ എനിക്ക് ആ ക്രേവിങ് നിന്നു കേട്ടോ. അതേ നമ്മുടെ മെയ്ഡും ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ കയറണം. ലഞ്ചിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കക്കൊഞ്ച്, ഇത് വലുതാണ്, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത്, അതിൻ്റെ തലയും വാലും ഒക്കെ പിച്ച് വെച്ചു. ഈ ഉണക്കക്കൊഞ്ച് എപ്പോഴും എനിക്ക് പാറു സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം, അവൾക്ക് നല്ല ഉണക്കക്കൊഞ്ച് എവിടെ നിന്നോ കിട്ടും. അപ്പോൾ അവളത് എനിക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കുന്നത്. ഇപ്രാവശ്യം വന്നപ്പോഴും കുറേ കിട്ടി. ഇത് ലാസ്റ്റ് വട്ടം വന്നപ്പോൾ കുറച്ച് ബാക്കി ഇരുന്നതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് തലയും വാലും പിച്ചിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകിയിട്ടൊന്ന് കുതിരാൻ വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. അതായത് നമുക്ക് കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് ചൊരക്കിയിട്ടോ പടവലങ്ങിയിട്ടോ, അതൊന്നും അല്ല, മീൻ അവിയലാട്ടോ, നമ്മുടെ കൊഞ്ചവിയൽ. അതാണ് ഇന്ന് നമ്മുടെ മീനവിയൽ നമ്മൾ പറഞ്ഞത്. ശരിക്കും ഇത് അമ്മയുടെ ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ കുറേ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് നോ അങ്ങനെ ചെയ്യണ്ട, അമ്മ ചെയ്തോളാം. കഴുകണം. താങ്ക് യു. അപ്പോൾ അങ്കു പുറത്ത് പോയി കുറച്ച് ഫ്രഷ് കറി ലീവ്സ്, നമ്മുടെ കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴുകി കുറച്ചൊരു പാത്രത്തിലിട്ടു. പിന്നെ പടവലങ്ങ അതേ കഴുകി അരിഞ്ഞത് വിട്ടു. എല്ലാ പച്ചക്കറികളും കഴുകി അരിഞ്ഞു. മുരിങ്ങയ്ക്ക സഹിതം, മുരിങ്ങയ്ക്ക നമ്മുടെ ഉണ്ടായിരുന്നു, നമ്മുടെ മീട് കൊണ്ടുവന്ന് നല്ല അടിപൊളി മുരിങ്ങയ്ക്കയാണ് കേട്ടോ. അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും, അതിൻ്റെ കൂടെ നമ്മുടെ ഉണക്കക്കൊഞ്ചും കൂടെ ഇടും കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു, കാരണം പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. ആ വെള്ളം അതും മതി. എന്നിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് തിളച്ച് വന്ന് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. മത്തങ്ങ സഹിതം ഞാൻ ഇട്ടിട്ടുണ്ടേ ഉണക്കക്കൊഞ്ചിനൂടെ. ശരിക്കും ഗുണവുമാണ്, നല്ല ടേസ്റ്റും കേട്ടോ. ഇത് അമ്മ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പച്ചക്കൊഞ്ചിട്ട് അമ്മ വെച്ച് തന്നിട്ടുള്ളൂ. അപ്പം അമ്മ തന്നെ പറഞ്ഞാൽ നീ ഉണക്കക്കൊഞ്ച് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതേ അരപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ അവിയൽ, നിങ്ങൾ എന്താ അവിയലിൻ്റെ അരപ്പ് അരയ്ക്കുന്നത് അതങ്ങ് ഇട്ടാൽ മതി. ഇപ്പം ഞങ്ങളുടെ ഒരു സ്റ്റൈലിലുള്ള ഒരു അവിയലിൻ്റെ അരപ്പാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അതും കൂടെ ആ പച്ച എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്താൽ മതി. അതിന് മുന്നേ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറികളെല്ലാം. എന്നാൽ മുരിങ്ങയ്ക്കൊന്നും അധികം അങ്ങോട്ട് അലന്നിട്ടില്ല. നല്ല മുരിങ്ങയ്ക്കായിട്ട് പുള്ളിക്കാർ കൊണ്ടുവന്ന് ഞാൻ പറയും ഇനിയും കൊണ്ടുവരാം. എൻ്റെ തീർന്നു പോയി, ഞാൻ സാമ്പാറിലും അവിയലിലും ഒക്കെ ഇട്ട് തീർത്തു. ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ ചേമ്പ് കൊണ്ടുവന്ന് വെച്ചൊരു അവിയൽ വെച്ചായിരുന്നു. അപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുരിങ്ങയ്ക്ക. പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ടേ തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചു. ഇതേ നമ്മുടെ സെർവ് ചെയ്യാൻ നേരം നമ്മുടെ അവിയൽ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇത് മാത്രം ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ മതി കേട്ടോ. നോൺ വെജിറ്റേറിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഞാൻ പറഞ്ഞല്ലോ പച്ചക്കൊഞ്ചാണ് അമ്മ ഇട്ടത്, ഞാനിതിപ്പോൾ ഉണക്കക്കൊഞ്ച് എന്ത് ട്രൈ ചെയ്തതേ ഉള്ളൂ. കുറച്ച് പപ്പടവും കൂടെ, ഗുരുവായൂർ പപ്പടവും കൂടെ കാച്ചി വെച്ചിട്ടുണ്ട്. നമ്മുടെ അലങ്കാരപ്പന എടുത്തകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ കർട്ടൻ മാറ്റി ചെറുതായിട്ടൊരു വെയിൽ വരുമ്പോൾ ആ വെയിൽ ഒളിച്ചാൽ മതി. അതിന് ഒരുപാട് വെയിലും മഴയൊന്നും അതിന് അത് ശീലിച്ചത് കൊണ്ടാണെന്നും തോന്നുന്നു കേട്ടോ. കാരണം നമ്മളങ്ങനെയാണല്ലോ, എങ്ങനെയാണോ വളർന്നു വരുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ മോൾഡ് ചെയ്ത് വരുന്നത്. രാവിലെ നല്ല അസൽ വെയിലൊക്കെ കണ്ടു, പക്ഷേ മഴ സൈഡിൽ കൂടെ ഉണ്ട് കേട്ടോ. കറുത്തിരിൻ്റെ മേഘവും കാര്യങ്ങളും ഒന്നും വന്നില്ല, പെട്ടെന്ന് ടപ്പേന്ന് മഴ പെയ്തു. പക്ഷെ ഒരുവിധം നല്ല ശക്തിയിൽ തന്നെ പെയ്യുന്നുമുണ്ട്. എന്തായാലും ഒന്ന് തുണിയൊന്നും വലുതായിട്ട് കഴുകാനില്ല കേട്ടോ, നമ്മളെല്ലാം കഴുകി തേക്കാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തുണികളൊന്നും വലുതായിട്ട് കൂടി കിടപ്പില്ല. കുറച്ച് അരി ഉഴുന്നും നാട്ടി വെക്കുക കേട്ടോ. ദോശയുടെ മാവ് അല്ലെങ്കിൽ ഇഡലിയുടെ മാവായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു സമാധാനം. ഫസ്റ്റ് ഡേ നമുക്ക് ഇഡലി ഉണ്ടാക്കാം, പിന്നെ നമുക്ക് ദോശയായിട്ട് തന്നെ ഉപകരിക്കും. ഇത് 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് കുറേശ്ശെ അരച്ച് വെക്കും. പിന്നെ ഞാൻ കുറച്ച് ചിയാ സീഡും കൂടെ ഒന്ന് കുതിർത്തി ഇടുകയാണ്, കാരണം അത് മറന്നു പോകുന്നേ. ഈ ചിയാ സീഡ് നന്നായിട്ട് കുതിർന്നില്ലെങ്കിൽ ശരിക്കും ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ വരും. നന്നായിട്ട് കുതിരണം. അതുകൊണ്ട് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കും.
ഇത് പിന്നെ ഒരുപാടൊന്നും നമ്മളങ്ങനെ കഴിക്കാൻ പാടില്ല. 1.5 ടീസ്പൂൺ അത്രയും കഷ്ടിച്ച് കഴിച്ചാൽ മതി. ഒരാൾക്ക് ഒരു 1.5 ഒക്കെ മതിയാകും കേട്ടോ. കാരണം ഇത് കുതിർന്ന് വരുമ്പോൾ കുറച്ച് കാണും. പിന്നെ നമ്മൾ ഇത് മാത്രമായിട്ട് അങ്ങനെ കഴിക്കുകയല്ലല്ലോ, ഇത് വയറ്റിൽ ചെന്നിട്ട് അത് മതിയാകും അതിന്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടിയാൽ മതി. കുറേ ഗുണങ്ങളൊക്കെ ഉള്ള സംഭവമാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ രാക്കേക്കാണ് മീൻ. ഞാനിതൊന്നും കഴിക്കാറില്ല. ഇപ്പം അങ്കുവിന് ഞാനിന്ന് ഒന്ന് ട്രൈ ചെയ്ത് കുറച്ച് അവൻ ഇട്ട് കൊടുത്തു. അയൺ സംഭവമൊക്കെ ഉള്ള സംഭവമാണെന്ന് വെച്ചിട്ടാണ് അവന് കൊടുത്തതല്ല. പിള്ളേർക്കൊന്നും അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ തേച്ച തുണികളെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ കുറേ ടോപ്പ് ഉണ്ടായിരുന്നു, അങ്കുവിൻ്റെ കുറേ ഷർട്ട്, രാക്കയുടെ കുറേ ഷർട്ട്. കൂടെ നാട്ടിൽ പോകുന്നതിന് മുന്നേ രാക്കയുടെ കുറച്ച് യൂണിഫോം ഷർട്ട് കഴുകി ഇട്ടിരുന്നത് തേക്കാൻ കൊടുത്തിരുന്നില്ല. കാരണം വരുമ്പോൾ പിന്നെ നമ്മളില്ലല്ലോ വെച്ചിട്ടേ, അഥവാ അവർ കൊണ്ടുപോയി പുറത്ത് തൂക്കിയിട്ടിട്ട് പോയി മഴയൊക്കെ അഥവാ പെയ്യുവാണെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ കൊടുക്കാതെ പോയാൽ അതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സംഭവം ഞാൻ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നത് വെച്ചാലേ നല്ല നനവുണ്ടായിരുന്നു. അവരെനിക്കൊന്ന് വെള്ളം കുടഞ്ഞ് തേക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചൊരു സ്മെല്ല് വരും. അപ്പോൾ കുറച്ചൊന്ന് ഫാൻ ഇട്ടൊന്ന് ഉണക്കിയിട്ട് വെക്കാം. അപ്പോൾ ഡിയേഴ്സ്, ഇത് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ ഗുജറാത്തിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന ഗുജറാത്ത് വരെ ഉള്ള സ്റ്റോറി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ വ്ലോഗിൽ. ഗുജറാത്തിൽ നിന്നുള്ള തുടർന്നുള്ള കുറച്ച് സംഭവം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി സ്റ്റിൽ ഗുജറാത്ത് തന്നെ കേട്ടോ. പിന്നെ ഇതിന്റെ പാലും എന്താ പറയാ, മറ്റേ മുംബൈ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതേ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലം. പിള്ളേർക്ക് നല്ല എല്ലാവർക്കും മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേറെ നല്ല ഷ്മിറ്റൻ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്ക് അറിയാമോ എന്തോ, ചോക്ലേറ്റ് കമ്പനിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണത്. അതിൻ്റെ ഒരു ഫാക്ടറി അവിടെ ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് അവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ദേ ചോക്ലേറ്റ്സ് ഇരിക്കുന്ന കണ്ടോ. ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും എന്ന് വേണ്ട, ഏത് തരം വേണം, പലതരത്തിൽ. നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആകും. അപ്പോൾ കുറച്ച് എന്തായാലും വാങ്ങിക്കൊണ്ട് പോകാം എന്ന് വിചാരിച്ചു. അതിനപ്പുറത്തോട്ട് അവരൊരു കഫേ പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ പേസ്ട്രി സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, ചീസ് കേക്കും കാര്യങ്ങളും. അപ്പോൾ അങ്കുവിനും ചീസ് കേക്ക് വേണമെന്ന് പറഞ്ഞ് ദേ വാങ്ങുക. ശരിക്കും എനിക്കും രാക്കിക്ക് വലിയ വിശപ്പില്ലായിരുന്നു. അവന് പിന്നെ ഈ സ്വീറ്റൊക്കെ ഇഷ്ടമുണ്ട്. അവൻ ദേ ഒരെണ്ണം നമ്മൾ പറയാതെ തന്നെ പോയി വാങ്ങിച്ച് കഴിക്കാനും തുടങ്ങി. അപ്പോൾ അവനത് കഴിച്ചോണ്ടിരിക്കുക. നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്ത് കേട്ടോ, ഏതൊക്കെയോ മിഠായികൾ മുറ്റത്ത് തന്നെയാണ് പലതരത്തിലുള്ള. അപ്പോൾ അതൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാവുന്ന കഫേ ഉണ്ട്. അവിടെ ഈ സാൻഡ്വിച്ച്, അതുപോലെ തന്നെ സമോസ, അങ്ങനെയുള്ള സ്നാക്സ് പോലെ കഫേ ഇല്ലേ, കോഫി, ടീ, അതൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ സെക്ഷനാണ്. അത് നമുക്ക് വേണമെങ്കിൽ അത് പറഞ്ഞാൽ അവരപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയതോ പോയതോ ഒന്നുമില്ല. നമ്മൾ ഈ ചീസ് കേക്കിൻ്റെ സെക്ഷനിലോട്ട് നിന്നേ രാക്കിച്ച് ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്ക് ചീസ് കേക്കൊന്നും വലിയ ഇഷ്ടമില്ല. പേസ്ട്രിക്കാരിയും അല്ല ഞാൻ. അവൻ്റെ ഒരെണ്ണം വാങ്ങിച്ചു, രണ്ടാമതും വാങ്ങിച്ചു കേട്ടോ അങ്കു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. എനിക്ക് ചീസ് കേക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ. എനിക്കെന്നെ സ്മെല്ല് പോലും പിടിക്കത്തില്ല. ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും. അവനിതൊക്കെയാണ് ഇഷ്ടം. ഇതൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ചോക്ലേറ്റ്സും ഒക്കെ ഞാനും ഇങ്ങനെ പറഞ്ഞാലും ഞാൻ വലിയ ചോക്ലേറ്റ്സിന് അഡിക്റ്റ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ല കേട്ടോ. നമ്മുടെ ഷുഗർ ഡൗൺ ആവത്തില്ല, നമുക്ക് എനർജി കിട്ടും. അപ്പോൾ എന്തായാലും ഇതിന് മുന്നേ കൂടെ നമ്മൾ പോകുമ്പോൾ കയറാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ദേ കയറിയതാ. അങ്കു എന്തായാലും ഹാപ്പിയായി. അവന് ഒരുപാട് സന്തോഷമായി. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടവും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ യാത്ര. അതേ ഹോണസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ബേക്കറിയാണ്. ബേക്കറി അല്ല, ഫുഡും ഹൽദിറാംസ് ഒക്കെ പോലെ ഗുജറാത്തിലൊരു ഫേമസ് സംഭവമാണ്. നമ്മുടെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര, നാട്ടിലോട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര കയറാറാകുമ്പോൾ കുറച്ച് പച്ചപ്പും ഹരിതാപയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഹാരാഷ്ട്ര നല്ല പച്ചപ്പുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. തുടർന്നുള്ള വിശേഷങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.